എനിക്ക് ഓർഡർ കിട്ടിയ ബ്രൗണിയുടെ റെസിപ്പിയാണ്. ഇത് ഓർഡർ കിട്ടിയതുകൊണ്ട് ഞാൻ ഇത് പുറത്തെടുക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് സ്നിക്കേഴ്സ് ചോക്ലേറ്റ്സ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ലൊരു ഫഡ്ജ് കേക്കിൻ്റെ ടേസ്റ്റാണ്. നല്ല ഉള്ളിലൊക്കെ ചോക്ലേറ്റ് മെൽട്ടായി നല്ല ടേസ്റ്റാണ്. അതുപോലെ തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഹാർഡായിട്ട് വരും. ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഒരു കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഏകദേശം 150 ഗ്രാം. അതിൻ്റെ കൂടെ ഒരു 113 ഗ്രാം, ഏകദേശം അര കപ്പ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ചൂടിൽ തന്നെ പഞ്ചസാര പെട്ടെന്ന് അലിഞ്ഞോളും. ഇതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ, ഞാനിവിടെ നെസ്കഫെ എടുത്തത്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ്, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഷുഗറൊക്കെ നല്ലപോലെ മെൽട്ടാകുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 മുട്ടയാണ്. അതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഈ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1 കപ്പ് മൈദയാണ്. അതുകൂടി ഇതിലേക്ക് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്. ആ മൈദ ഒന്ന് ഇതിലേക്ക് മിക്സ് ആകുന്നവരെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ ബാറ്റർ റെഡിയായി. ഇനി ഞാനിവിടെ സ്നിക്കേഴ്സ് ചോക്ലേറ്റ്സ് മീഡിയം സൈസിലുള്ളതാണ്, ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്കിംഗ് പാനിൽ ബട്ടർ പേപ്പർ വെച്ച് ഇതൊരു 35 മുതൽ 40 മിനിറ്റ് വരെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂടോടുകൂടി തന്നെ ജസ്റ്റ് ഒന്ന് ഇതിന് ഒരു കട്ടിട്ട് കൊടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് കുറച്ചുകൂടി ഹാർഡാവും. അപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഓവനിൽ നിന്ന് എടുത്തപ്പാട് തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുക്കുക. സ്നിക്കേഴ്സ് ചോക്ലേറ്റ്സ് പോലുള്ള ഏത് ചോക്ലേറ്റ്സ് വെച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. Thanks for watching.